കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളിലെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഞാനും ഷാഹിനും കൂടെ എറണാകുളത്തേക്ക് പോകാൻ കേട്ടോ. അതാണ് ഷാഹിൻ്റെ വീട്ടിലേക്ക്. അവിടെ എത്താൻ തന്നെ രാത്രിയായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് അർജൻറ്റായിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷെ അവിടെ നിന്നാണ് പെട്ടെന്ന് ഷൂട്ട് വന്നത്. ക്യാമറാമാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാമറ വുമണിനെ ഇറക്കി. ഇതാണ് ഷാഹിൻ്റെ അനിയത്തി ലിയ. പക്ഷെ ഞങ്ങൾ ഷൂട്ടിന് പോയ ടൈമിൽ തന്നെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പുറത്തുള്ള മിസ്റ്റർ DIYയിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ടാണ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പറ്റണ പോലൊക്കെ ഒന്ന് എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ നേരത്ത് നമ്മൾ ചായ കുടിക്കാൻ കയറി. ഞാനാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു. കുറച്ച് ദിവസമായിട്ട് കുറേ വർക്കും കാര്യങ്ങളായിട്ട് ബിസിയാണ് മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ലൊരു ബൂസ്റ്റും അതേപോലെ തന്നെ ഷവർമയും കഴിച്ച് ഞാനൊരു 2-3 ഡേയ്സ് എറണാകുളത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അതങ്ങനെ പിറ്റേ ദിവസമാണ് എൻ്റെ പ്രശ്നേഷ് കുമാർ പുതിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. ഇത് കണ്ടാൽ ചിലപ്പോൾ വോട്ട് ചെയ്ത മാതിരിയൊക്കെ ഉണ്ടാവും, പക്ഷെ കയ്യിന് ഹാമർ ഇട്ട് അടിച്ചതാണ്. സോ അതിന് ഡോക്ടറെ കാണിച്ച് വന്നു. തിരിച്ച് നേരെ വീട്ടിൽ പോയി അവിടുന്ന് നേരെ പിന്നെയും ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോയത് എനിക്കൊരു കോളേജ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കോളേജ് നോക്കാനൊക്കെ പോയി. ഞാൻ അവിടെ ഒരു വെബ്സൈറ്റിലെ കോഴ്സുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കണ്ടിട്ട് നോക്കാൻ പോയതാണ്. PG ഡിപ്ലോമ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവർ ആ മീഡിയൻ്റെ കോഴ്സ് ഇപ്പോൾ ചെയ്യണില്ല എന്ന്. അപ്പം എന്നാലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. പോരുന്ന വഴിക്ക് സൈൻ ലബാൻ തിന്നാൻ പൂതിയായപ്പോൾ സൈൻ ലബാനും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാറിൽ നിന്ന് ഒരു Q&A വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ കാറിൽ നിന്ന് കുറച്ച് തീറ്റ മാത്രം നടന്നു. Q&A വീഡിയോ ഒന്നും എടുത്തില്ല. പിറ്റേ ദിവസം ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോരുകയാണ്. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെയും ഷൂട്ടുണ്ട്. അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് തന്നെ വീട്ടിലേക്ക് പോരുകയും വേണം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചി എല്ലാവരും എനിക്ക് പുതിയൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അത് അൺബോക്സ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ അതൊക്കെ